വെള്ളിയാഴ്ച രാത്രി ഷിജിൻ വാങ്ങിക്കൊണ്ടുവന്ന ബിസ്ക്കറ്റ് കൃഷ്ണപ്രിയ കുട്ടിക്ക് നൽകിയിരുന്നു. ഇത് കഴിച്ച് അരമണിക്കൂറിനുള്ളിൽ കുഞ്ഞു കുഴഞ്ഞു വീണു. വായിൽ നിന്ന് നുരയും പതയും വന്നു. ചുണ്ടിനും വായ്ക്കും നിറവ്യത്യാസം ഉണ്ടാവുകയും ചെയ്തെന്നാണ് ആരോപണം. ഇതോടെയാണ് കുട്ടിയെ ആശുപത്രിയിലെത്തിച്ചത്. എന്നാൽ എന്താണ് മരണകാരണമെന്നതിൽ വ്യക്തത വന്നിട്ടില്ല. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നാൽ മാത്രമേ ഇതിൽ വ്യക്തത വരികയുള്ളൂ. കുഞ്ഞു കഴിച്ച ഭക്ഷണങ്ങളുടെ സാമ്പിളുകളടക്കം ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചു. ഒരാഴ്ച മുമ്പ് വീണതിനെ തുടർന്ന് കുട്ടിയുടെ കൈ പൊട്ടിയിരുന്നു. ഇത് കുട്ടിയുടെ മാതാപിതാക്കൾ അറിഞ്ഞിരുന്നില്ല എന്നതും ദുരൂഹത വർദ്ധിപ്പിക്കുന്നു. ഇന്നലെ രാത്രി ഷിജിനെ നെയ്യാറ്റിൻകര ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ ചോദ്യം ചെയ്തു. രാവിലെയും ചോദ്യം ചെയ്യൽ തുടർന്നെങ്കിലും ദുരൂഹതയൊന്നും കണ്ടെത്താനായില്ല എന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടാണ് ഇനി പ്രധാനം. റിപ്പോർട്ട് കിട്ടിയ ശേഷം മാതാപിതാക്കളെ വീണ്ടും ചോദ്യം ചെയ്യാനാണ് പോലീസിന്റെ നീക്കം. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.